മിനിഞ്ഞാന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിലങ്ങനെ പത്രവും വായിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഒരു സലഫി പ്രവർത്തകനായ സുഹൃത്താണ്. നല്ല ഗൾഫ് രാജ്യത്ത് പോയി 33 വർഷം UAE എമിറേറ്റിലെ അല്ലൈനിൽ ജോലി ചെയ്ത് ധാരാളം സമ്പാദിച്ച് വലിയൊരു വീടുണ്ടാക്കി മക്കളെയൊക്കെ ഈ കാലഘട്ടത്തിനിടയിൽ കല്യാണം കഴിക്കാനുള്ളവരെ കഴിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം ആ കാലഘട്ടത്തിൽ കിട്ടുന്ന നല്ല വിദ്യാഭ്യാസം പണം കൊടുത്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നൽകി വളർത്തിയെടുത്ത ഒരു പിതാവാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാലിൽ ഒരു മുറിവ് വന്ന് പഴുപ്പ് പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാൻ ഇവിടെ കിട്ടുന്ന വിദഗ്ധന്മാരായ ഡോക്ടർമാരെയൊക്കെ സമീപിച്ച് അത് കീറി മുറിച്ച് ഏകദേശം 14 ദിവസമായി മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി 5 നേരവും സുബഹി അടക്കം നേരത്തെ പള്ളിയിൽ വന്ന് പലപ്പോഴും ബാങ്ക് വിളിക്കാനും ഇമാമത്ത് നിൽക്കാൻ ആളില്ലെങ്കിൽ അതിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ മുന്നിലുണ്ടായിരുന്ന ഒരു സഹോദരനായിരുന്നു. എന്നോട് വിളിച്ചു പറഞ്ഞു, എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും കൂടി പ്രധാന ബന്ധുക്കൾ അതിന് മുൻകൈ എടുക്കണം. എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പരിചയമില്ല. മക്കൾക്ക് അത്തരൊരു താല്പര്യം തോന്നുന്നില്ല എന്നെ കൊണ്ട് നടക്കാൻ. അവർക്ക് അവരുടെ ബിസിനസ്സും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവര്. ഒരു ഉത്സാഹമില്ല എന്നെ ഒരു മെഡിക്കൽ കോളേജിലോ മറ്റോ കൊണ്ടുപോകണം എന്ന്. അതുകൊണ്ട് നിങ്ങൾ ബന്ധമുണ്ടല്ലോ, അവിടെ ഒരു മെഡിക്കൽ കോളേജാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, അവിടെ നിങ്ങൾ ബന്ധപ്പെട്ട ആളാണല്ലോ, നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ കിട്ടും. ഞാനത് കേട്ട് സുബഹിക്ക് ശേഷമുള്ള തണുത്ത കാറ്റിൽ മയക്കം പിടിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റ് വല്ലാത്ത മനപ്രയാസമുണ്ടായി. കാരണം ഒരു നല്ല കുടുംബം, വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗം, പരമ്പരാഗതമായി സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്ന ഒരു തറവാട്, പിന്നെ അതൊക്കെ ഓഹരി വെച്ച് ബാപ്പയുടെ മക്കൾ ഇങ്ങനെ ഓഹരി വെച്ച് കൊടുത്തപ്പോൾ അത്രയില്ലെങ്കിലും മാന്യമായി ജീവിച്ചിരുന്ന ആളുകൾ. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഗൾഫിൽ പോവുകയും വിവാഹം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ഗൾഫിലേക്ക് കയറി അവസാനം താടിയും മുടിയും നരച്ച് നീണ്ട നരനരച്ച താടിയും ചുക്കിച്ചുളിഞ്ഞ മുഖവും അതിനിടക്ക് ഒരു ബൈപ്പാസ് സർജറിയും ജീവിതത്തിൽ കിട്ടാവുന്ന സാധാരണ വെറുതെ കിട്ടാവുന്ന എല്ലാ രോഗങ്ങളും, ഷുഗർ, പ്രഷർ, ഹാർട്ട് രോഗം എന്നിങ്ങനെ നല്ല ഭക്ഷണം കഴിച്ച് നടന്നാൽ കിട്ടാവുന്ന എല്ലാ രോഗങ്ങളും സമ്പാദിച്ച് 33ാമത്തെ വർഷം ഇനി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ സമ്പാദ്യം പിതാവിന് ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ നേരമില്ലാത്ത മക്കളായിരുന്നു. കെട്ടിച്ചയച്ച മക്കൾക്ക് ഉപ്പാനെ നോക്കാൻ ബിസിയാണ്. അവരുടെ ജീവിതത്തിന് കുറേ പ്രശ്നങ്ങളാണ്. ആ റുട്ടീൻ തെറ്റിപ്പോകും. ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ, അല്ലെങ്കിൽ വർഷത്തിൽ 2 വർഷത്തിൽ 1 മാസമോ 1.5 മാസമോ നിൽക്കുന്ന ഭർത്താവിന്റെ സാന്നിധ്യം മാത്രം സഹിച്ച് 33 കൊല്ലം കഴിച്ചുകൂട്ടിയ വൃദ്ധയായ ഒരു ഭാര്യ. അവർക്ക് ഈ ഭർത്താവിന്റെ കൂടെ ഒന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോയി ഒന്ന് പരിചയപ്പെടാൻ പോലും ജീവിതത്തിൽ ഭാഗ്യമുണ്ടായിട്ടില്ല. വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുക എന്നതല്ലാതെ മക്കളെ നോക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കാൻ ഈ ഭർത്താവിന്റെ കൊണ്ടുപോകാൻ ഈ പെണ്ണിന് അറിഞ്ഞുകൂടാ.
മക്കളോട് പറഞ്ഞിട്ട് മക്കൾക്ക് കൂട്ടമില്ല. അവസാനം ആദർശ ബന്ധുക്കളെ സഹായത്തിന് കൂട്ടിയിരിക്കുകയാണ്. പടച്ചോനെ, ഇങ്ങനെയുള്ള മക്കളുണ്ടായിട്ട് എന്തിനാണ് ഈ 33 കൊല്ലം ആ സാധുവായ മനുഷ്യൻ ഗൾഫിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ കൂടുതൽ ചിന്തിച്ചിരിക്കാൻ നേരമുണ്ടായിരുന്നില്ല. ഓടിച്ചെന്ന് അദ്ദേഹത്തോട് വിവരമന്വേഷിച്ച് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എനിക്ക് എന്നെ അഡ്മിറ്റ് ചെയ്യണം ഒരു സ്ഥലത്ത് എന്ന് അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ അതിന് മാത്രം ശാരീരികമായ അസ്വസ്ഥത, 400 ഷുഗറും അത്രയും പ്രഷറും ഒക്കെ ഉള്ള ഒരവസരമായതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലാക്കി ആവശ്യമായ ശുശ്രൂഷകൾ നൽകി. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ തിരിച്ചു പോരുമ്പോഴും പറഞ്ഞു, എന്തിന് ഈ മക്കൾക്ക് വേണ്ടി 33 കൊല്ലം അദ്ദേഹം അധ്വാനിച്ചു. ആ മക്കൾക്ക് കൊടുത്ത പണം, അവർക്ക് ചെലവഴിച്ച അധ്വാനം ഒരു പിതാവിന് സുഖക്കേടായപ്പോൾ, രോഗമായപ്പോൾ എന്റെ പിതാവിനെ സംരക്ഷിക്കണം എന്ന ഒരു ചിന്തയില്ലാത്ത വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന തമ്പുരാനെ മാത്രം ആരാധിക്കണം. അത് അള്ളാഹുവിന്റെ വിധി തീർപ്പാണ്. തമ്പുരാനെ ആരാധിക്കുക എന്ന, പടച്ചവനെ മാത്രം ആരാധിക്കുക എന്ന ആ അടിസ്ഥാന ബാധ്യത കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാധ്യത മാതാപിതാക്കളോടുള്ള നന്മയാണ് എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായിയായ ഒരു സലഫി കുടുംബത്തിലെ പുത്രന് ഈ പിതാവിനോട് ഇത്രയധികം അവഗണനയുണ്ടാവാൻ ഈ പുത്രന്മാർക്ക് എന്താണ് അവരുടെ മനസ്സിന് പറ്റിപ്പോയത് എന്നതാണ് ഞങ്ങൾ അയാളെ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ സ്വയം ചോദിച്ചിരുന്നത്. ഞാനിത് പറയുന്നത് വളരുന്ന ഒരു തലമുറയിലുണ്ടാകുന്ന മാരകമായ കുടിയൊഴിച്ചു പോക്കിനെ പറ്റിയാണ്. ആരാണ് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ? നിങ്ങളാണോ? നിങ്ങൾ പോറ്റി വളർത്തുന്ന, നിങ്ങളുടെ മടിയിൽ വെച്ച് വളർത്തിയ, നിങ്ങൾ താരാട്ടുപാടി വളർത്തിയ നിങ്ങൾ ഉമ്മമാരാണെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ 10 കൊല്ലം 10 മാസം കഷ്ടപ്പെട്ട് നിങ്ങൾ ഗർഭം ചുമന്ന് പ്രസവിച്ച് എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് വളർത്തിയ ആണുങ്ങളാണെങ്കിൽ ആ കുട്ടി വളരാൻ സ്വന്തം ജീവിതത്തിലെ സൗകര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഗൾഫിലാണെങ്കിലും മറ്റു പട്ടണങ്ങളിലാണെങ്കിലും തൊഴിൽ സ്ഥലങ്ങളിലാണെങ്കിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ ഈ മക്കൾ, ആ മക്കളുടെ പാരന്റ് ആരാണ്? ഇന്ന് നിങ്ങളാണോ ആ മക്കളുടെ രക്ഷിതാക്കൾ? അല്ല. വരുന്ന ഒരു തലമുറക്ക് ഉമ്മയും ഉപ്പയുമല്ലാത്ത ഒരു തേർഡ് പാരന്റ് വന്നിട്ടുണ്ട്. അതാരാണ്? അത് ഈ നാട്ടിലുള്ള സംസ്കാരം, അവന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, നിങ്ങളുടെ നെറ്റ് കണക്ഷൻ, അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട അവന്റെ കൂട്ടുകാർ, മൂന്നാമത്തെ ഒരു രക്ഷിതാക്കൾ ഈ കുട്ടിക്ക് വന്നിരിക്കുന്നു. ഈ കുട്ടികളെ നാം ശരിക്കും ചെറുപ്പത്തിൽ തന്നെ പിടിച്ചിട്ടില്ലെങ്കിൽ എവിടെ എത്തും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ കുട്ടികളുടെ രക്ഷിതാക്കളല്ല, നമ്മൾ നമ്മുടെ മക്കളുടെ രക്ഷിതാക്കളല്ല. നമ്മുടെ മക്കൾ ഒരു മെസ് ഹാളിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ, വെറുതെ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലിൽ വന്ന് നേരത്തിന് ഭക്ഷണം കഴിച്ചു പോകുന്നു എന്നതൊഴിച്ചാൽ ആ ഹോട്ടലിൽ വിളമ്പിക്കൊടുക്കുന്ന പാചകക്കാരിയായ തൊഴിലാളിയായ ഒരു പെണ്ണും ആ ഹോട്ടലിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന, മെസ് ഹാളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന ഒരു ഉടമയും മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവർ ആവഹിച്ചെടുക്കുന്ന സംസ്കാരവും മര്യാദകളും ജീവിത നിഷ്ഠകളും നമ്മുടേതല്ല, നമ്മൾ സ്വീകരിക്കേണ്ടതല്ല. അത് അവർക്ക് കൊടുക്കുന്നത് മറ്റാരോ ആണ്. ഈ മറ്റാരിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ പിടിച്ചെടുക്കാതിരുന്നാൽ ഈ കാലം ഒരിക്കലും നമ്മളെ രക്ഷിക്കുകയില്ല എന്നതാണ്
ഒരു സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം സാധാരണ റൗള ശരീഫ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ വീടും മിമ്പറും മിഹ്റാബും അതിന്റെ ഇടയിലുള്ള ആ സ്ഥലത്തിരിക്കാറാണ് പതിവ്. സാധാരണ മിഹ്റാബിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാതെ ആ റൗള ശരീഫിൽ ഇരിക്കാനാണ് പതിവ്. മസ്ജിദുൽ ഹറാം അന്നബവി മസ്ജിദുൽ നബവിയിൽ പോയാൽ ആ സ്ഥലവും വീടൊക്കെ ഇന്നും കാണാമല്ലോ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിട്ടില്ല. സഹാബികൾ ഇങ്ങനെ കാത്തിരുന്നു നബിയെ. നബി നേരെ വീട്ടിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങോട്ട് വാതിൽ തുറന്ന്, പള്ളിയിൽ നിന്നൊരു വാതിൽ തുറന്നാൽ വീട്ടിലേക്കാണ് കയറിപ്പോയി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുതിർന്ന സഹാബികൾ അവിടെ തന്നെ ഇരുന്നു. സാധാരണ ഇവിടെ ഇരിക്കാറാണോ പതിവ്? ഇന്നിപ്പോ വീട്ടിലേക്ക് പോയത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിരിക്കും. നബി ഇപ്പൊ തിരിച്ചു വന്നേക്കാം. നബി വന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ കേക്ക് പഠിച്ചു വളരാലോ എന്ന് കരുതിയിട്ട് അവിടെ തന്നെ ഇരുന്നു. ഇശാ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് നബി